ഹായ് ഓൾ, ആപ്പിൾ ബിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ മാനേജ്മെൻറ്റിൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ ഡിസംബർ 2024 ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കൺസേൺ ആണ്, ഞങ്ങൾക്ക് പ്രോബ്ലം ഏരിയാസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് നമ്മളോട് ഒത്തിരി ചോദിക്കുമോ? ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് നിങ്ങളോട് ചോദിക്കും. ന്യൂമറിക്കൽ ഏരിയാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു PG വരെ പഠിച്ച ഫോമിൽ നമ്മളോടൊരു ട്രയൽ ബാലൻസ് ടാലിയാക്കുക ഇങ്ങനത്തെ കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്. വളരെ സ്പെസിഫിക്കലി നമ്മൾ ചില ഏരിയാസുകൾ പഠിക്കണം. അത് ഒരു മോസ്റ്റ്ലി ലോജിക്കലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചിട്ടൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസേ ചോദിക്കത്തുള്ളൂ. സോ ദാറ്റ് നിങ്ങളതിൽ കൃത്യമായിട്ട് ചോദിക്കുന്ന ഏരിയ കുറച്ച് ഏരിയാസേ ഉള്ളൂ. ആ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്താൽ അത് മാത്രം നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ന്യൂമറിക്കൽ ഏരിയാസ് എല്ലാം കവറപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ന്യൂമറിക്കൽ ഏരിയാസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അത്യാവശ്യമായി ചെയ്യേണ്ടുന്ന കാര്യം. ബിക്കോസ് നമ്മളോട് അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും ചോദിക്കാറില്ല. കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. അതാണ് ന്യൂമറിക്കൽ ഏരിയയുടെ ഒരു ഗുണം. അതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, എനിവേ നമ്മളോട് ഡിസംബർ 2024 ചോദിച്ച ക്വസ്റ്റൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഇഫ് കറണ്ട് റേഷ്യോ ഇസ് 3.5:1 and quick ratio is 2:1, if the excess of current asset over quick asset represented by inventories is 24,000, calculate current asset. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും തന്നിട്ടുണ്ട്. ഇനി കറണ്ട് അസെറ്റ് ഓവർ ക്വിക്ക് അസെറ്റ്, അതായത് ക്വിക്ക് അസെറ്റും കറണ്ട് അസെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് സ്റ്റോക്കിനെയും പ്രീപെയ്ഡിനെയാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഡിഫറൻസിനെ സ്റ്റോക്കായിട്ട് കണ്ടാൽ മതി. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ എക്സസ് ആയിട്ട് നിൽക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇൻവെൻട്രിയുടെയാണ്. ആ എമൗണ്ട് എന്ന് പറയുന്നത് 24,000 ആണ്. ഓക്കെ, അതായത് ഇൻവെൻട്രിയുടെ എമൗണ്ട് ആണ് 24,000. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നതിനെ മാത്രം ഞാനൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. കറണ്ട് റേഷ്യോ 3.5:1, ക്വിക്ക് റേഷ്യോ 2:1, ഇൻവെൻട്രി 24,000. ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് വരാം? അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ ആദ്യം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ലൈക്ക് എങ്ങനെ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബേസിക് പിക്ചർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. ക്വിക്ക് റേഷ്യോയിലോട്ട് വരുമ്പം ക്വിക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. സോ യു ക്യാൻ സീ കറണ്ട് ലയബിലിറ്റി ഈസ് കോമൺ അല്ലേ? അതല്ലാതെ വരുന്ന ഡിഫറൻസ് കറണ്ട് അസെറ്റും ക്വിക്ക് അസെറ്റും ആണ്. ആൻഡ് ഈ കറണ്ട് അസെറ്റും ക്വിക്ക് അസെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്റ്റോക്ക് 24,000. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ശരിക്കും ന്യൂമറിക്കൽ ഏരിയാസ് ആയതുകൊണ്ട് നമുക്ക് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒത്തിരി രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഏറ്റവും മിനിമം ടൈമിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ട്രിക്ക് ഏതോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ സ്റ്റെപ്പായിട്ട് കുറേ എഴുതി നമുക്കിവിടെ സ്റ്റെപ്സിന് മാർക്ക് കിട്ടുക അങ്ങനെ ഒരു ഫോമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഈ വാല്യൂയിലേക്ക് എത്താം, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ മേ ബി നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ മേ ബി യു ഹാവ് എ ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങളൊരു പെർട്ടിക്കുലർ മെത്തേഡിൽ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ബട്ട് ദിസ് ഇസ് എ വേ, ഇതാണ് ഏറ്റവും സിമ്പിൾ വേ. ഓക്കെ, ലെറ്റ്സ് സീ. കറണ്ട് അസെറ്റ് 3.5 തന്നിരിക്കുന്നു, ക്വിക്ക് അസെറ്റ് 2 തന്നിരിക്കുന്നു. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റോക്ക് എന്ന് പറയുന്നത് കറണ്ട് അസെറ്റിൻ്റെയും ക്വിക്ക് അസെറ്റിൻ്റെയും ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബേസിസിൽ എനിക്ക് പറയാൻ പറ്റും 3.5 കറണ്ട് അസെറ്റും 2 ക്വിക്ക് അസെറ്റുമായിട്ട് നിൽക്കുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3.5 - 2 ദാറ്റ് ഈസ് 1.5 റൈറ്റ്. ഈ 1.5 എന്ന് പറയുന്നത് സ്റ്റോക്കാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പറഞ്ഞൂടെ? ഒരു പ്രൊപ്പോർഷൻ വൈസ് നമുക്കത് പറഞ്ഞൂടെ? ഓക്കെ, 3.5 കറണ്ട് അസെറ്റ് ആണെങ്കിൽ 2 ക്വിക്ക് അസെറ്റ് ആണെങ്കിൽ 1.5 സ്റ്റോക്ക് ആയിരിക്കും. ആ സ്റ്റോക്കാണ് നമുക്ക് 24,000 തന്നിരിക്കുന്നത്. സോ 24,000 എന്ന് പറയുന്നത് വിച്ച് ഇസ് സിമിലർ ടു 1.5. അങ്ങനെയാണെങ്കിൽ 3.5ഉം 2ഉം എത്രയാണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? ഇഫ് ദേ ആസ്ക്ഡ് യു ടു കാൽക്കുലേറ്റ് കറണ്ട് അസെറ്റ് 24,000 എന്ന് പറയുന്നത് വിച്ച് ഇസ് സിമിലർ ടു 1.5. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ എന്താ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് അസെറ്റ്. കറണ്ട് അസെറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 3.5 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് കറണ്ട് അസെറ്റ്. സോ 24,000 ഡിവൈഡ് ബൈ 1.5 16,000 എന്ന് കിട്ടും. അതിന് 3.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56,000 എന്ന് കിട്ടും. ഇത് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം അല്ലേ? ഇപ്പോൾ 1535 എന്നുള്ളത് നിങ്ങൾ ആ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ
ഡെസിമൽ പോയിന്റ് കളയുമ്പോൾ 1.5 15ഉം 3.5 35ഉം ആകും. സോ ദാറ്റ് നിങ്ങൾക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ പല ഫോമിൽ ചെയ്യാം. അതൊക്കെ നമ്മുടെ സൗകര്യമാണ്, നമ്മുടെ എളുപ്പം ഏതാണോ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. എനിവേ നിങ്ങൾ ഈ ഫോമിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ് 56,000 കിട്ടും. ഓക്കെ, ഇതേ കോൺസെപ്റ്റ് ഇപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാനേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതേ ബേസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്യുക്ക് അസറ്റും കണ്ടുപിടിച്ചൂടെ അല്ലേ? ക്യുക്ക് അസറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേ ബേസ് എടുക്കുക, 24,000 by 1.5, ഇത് സെയിം തന്നെ വരും അല്ലേ? ആൻഡ് എന്ത് ഡിഫറൻസാണ് വരിക? മൾട്ടിപ്ലൈഡ് ബൈ 3.5 എന്നുള്ളിടത്ത് കറണ്ട് ക്യുക്ക് അസറ്റ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ക്യുക്ക് അസറ്റിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ 24,000 by 2 എന്ന് പറയുമ്പോൾ 16,000 മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്കും നേരെ ഇരട്ടി എടുത്താൽ മതി. എത്ര വരും? 32,000. റൈറ്റ്? സോ ദാറ്റ് ഈസ് 32,000. ഇനി നമുക്കിത് ശരിയാണോ എന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം? നമുക്കിവിടെ തന്നിരുന്ന ഇൻഫർമേഷൻ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 24,000 ആണെന്നാണ്. സോ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഷുഡ് ബി ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ക്യുക്ക് അസറ്റ്. പറഞ്ഞൂടെ? സോ വാട്ട് അബൌട്ട് ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു കറണ്ട് അസറ്റിൻ്റെ വാല്യൂ 56,000 ആണ്. റൈറ്റ്? യെസ്. മൈനസ് ഇവിടെ നമ്മളിപ്പോൾ ക്യുക്ക് അസറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു 32,000. എത്ര വരും? 56 minus 32 which is 24. സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ് അല്ലേ? നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. 56,000 നിന്ന് 32,000 പോകുമ്പോൾ നമുക്ക് എത്രയേ വരുള്ളൂ? 6 minus 2 which is 4, 5 minus 3, 6 minus 2 which is 4 and 5 minus 3 which is 2. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ശരിയല്ലേ? സോ ഇത് ഈ സ്റ്റെപ്പ് ഒന്നും ഇവിടെ ചെയ്യണമെന്നില്ല, നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്, നമ്മളൊന്ന് എൻഷുർ ചെയ്യാണ്. അപ്പോൾ നമ്മളോട് പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരുന്നാലാണ് നിങ്ങൾക്ക് എല്ലാ ഫോമിലും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇപ്പോൾ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ കറണ്ട് അസറ്റും ക്യുക്ക് അസറ്റും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണേൽ കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിച്ചൂടെ? സോ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റനിൽ നിന്ന് കിട്ടുന്ന എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമുക്കൊരു ക്വസ്റ്റനിൽ നിന്ന് കിട്ടുന്ന ആൻസർ. അല്ലാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു ഇതിൽ കറണ്ട് അസറ്റ് കണ്ടുപിടിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ് ഒരു ഗുണം കിട്ടത്തില്ല. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി എങ്ങനെ കണ്ടുപിടിക്കാമായിരുന്നു എന്ന് പഠിക്കണം. ഓക്കെ, സോ എനിവേ നമ്മളിത് എങ്ങനെ ചെയ്തു എന്നും പറഞ്ഞു, നമ്മളത് ക്രോസ് ചെക്കും ചെയ്തു. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. പലപ്പോഴും കറണ്ട് അസറ്റും ക്യുക്ക് അസറ്റും ഒക്കെ തന്നിട്ട് വർക്കിംഗ് ക്യാപിറ്റലാണ് നമുക്ക് കൂടുതലും ഇതിൽ തരാറ്. സോ ആ തരത്തിലും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈ ഒരു ഏരിയ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഇവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.